ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ഇന്നും നാളെയും. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര അറബ് ഉച്ചകോടി. അറബ് ലീഗ് നേതാക്കളും ഇസ്ലാമിക് സഹകരണ സംഘടനാ നേതാക്കളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ അറബ് ലീഗ് നേതാക്കളും ഇസ്ലാമിക് സഹകരണ സംഘടനാ നേതാക്കളും പങ്കെടുക്കും. ഖത്തറിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചുള്ള കരട് പ്രമേയം ഉച്ചകോടി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവുമായ മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു. അറബ് ഇസ്ലാമിക വിദേശകാര്യമന്ത്രിമാരുടെ തയ്യാറെടുപ്പ് യോഗമാണ് ആദ്യ ദിവസം. പ്രാദേശിക സുരക്ഷ, രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്നിവയാകും പ്രധാന ചർച്ചാ വിഷയം. ഖത്തർ, സൗദി അറേബ്യ, UAE, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ നിർണായക ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇറാഖ്, ജോർദൻ, ലെബനൻ, പലസ്തീൻ, സിറിയ തുടങ്ങിയ അറബ് ലീഗ് നേതാക്കളും പങ്കെടുക്കും. തുർക്കി, പാകിസ്ഥാൻ, ഇറാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, UN പ്രതിനിധികൾ, ആഫ്രിക്കൻ യൂണിയൻ, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തേക്കും. GCC രാജ്യങ്ങൾക്കിടയിലെ ഐക്യം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്യും. അമേരിക്കൻ വ്യോമകേന്ദ്രം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണവും ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണവും ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഗസയിൽ 2 വർഷം മുൻപ് തുടങ്ങിയ ഇസ്രായേൽ ആക്രമണത്തിന്റെ പ്രത്യാഘാതം കാതങ്ങൾക്കകലിൽ നിന്ന് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയതാണ് ആശങ്കകൾക്ക് കാരണം. മാർച്ച് മാസത്തിൽ ഈജിപ്തിലെ കെയ്റോയിൽ ചേർന്ന അറബ് ഉച്ചകോടിയിൽ ഗസയുടെ പുനർനിർമ്മാണവും അറബ് രാജ്യങ്ങളുടെ ഐക്യവുമായിരുന്നു പ്രധാന അജണ്ട. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.